ഇഴഞ്ഞു നീങ്ങി തൃശൂർ പുഴയ്ക്കലിലെ റോഡ് നിർമ്മാണം. കരാർ കാലാവധി പൂർത്തിയായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ. അഴീക്കോട് തീരത്തോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. കരവലി എന്ന അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ പരാതിയുമായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. മാള പുത്തഞ്ചിറയിൽ വെടിക്കെട്ട് സംഘത്തിലെ തൊഴിലാളി തോട്ടിൽ മരിച്ച നിലയിൽ. മലപ്പുറം അയങ്കലം സ്വദേശി പ്രമോദാണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിൽ ശ്രീനാരായണ ഗുരുദേവ വചനങ്ങളടങ്ങിയ നോട്ടീസ് വിതരണം ചെയ്ത സിപിഐ ബ്രാഞ്ച് സെക്രട്ടറിയെ മർദ്ദിച്ചതായി പരാതി. സിപിഐ ചാത്തേടത്തുപറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി സുധീർ ഗോപിനാഥിനാണ് മർദ്ദനമേറ്റത്. വാർത്തകൾ വിശദമായി. പണിതിട്ടും തീരാതെ പുഴയ്ക്കലിലെ റോഡ് നിർമ്മാണം. 2 വർഷം മുമ്പ് ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഒരു വരിയിലൂടെയാണ് ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനാൽ തന്നെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. റീബിൽഡ് കേരളയുടെ ഭാഗമായാണ് തൃശൂർ കുറ്റിപ്പുറം റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. സ്വരാജ് റൌണ്ട് മുതൽ ജില്ലാ അതിർത്തിയായ കല്ലുംപുറം വരെ 33 കിലോമീറ്റർ ദൂരത്തിലാണ് നവീകരണം. റോഡ് നിർമ്മാണത്തിലെ കരാർ കാലാവധി കഴിഞ്ഞ വർഷം അവസാനിച്ചിരുന്നു. ഇപ്പോഴും പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. കരാറുകാർക്ക് പണം ലഭിക്കുന്നില്ലെന്നതുൾപ്പെടെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. തീരത്തോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. തീരക്കടലിൽ നിന്നും കൂട്ടത്തോടെ മത്സ്യങ്ങളെ കോരിയെടുക്കുന്ന കരവലി എന്ന അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പരാതി നൽകിയിരുന്നു. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിൽ നടത്തിയ പരിശോധനയിലാണ് അനധികൃത മത്സ്യബന്ധനം നടത്തിവന്ന എറണാകുളം തോപ്പുംപടി സ്വദേശി ഷഹീർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ബ്ലെസ്സിംഗ് എന്ന ബോട്ട് പിടിച്ചെടുത്തത്. നിയമ നടപടികൾ പൂർത്തിയാക്കി ബോട്ടിലെ മത്സ്യം അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ ലേലം ചെയ്ത് ലഭിച്ച 25,500 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് ബോട്ടുടമയ്ക്ക് 2.5 ലക്ഷം രൂപ പിഴ ചുമത്തുകയും ചെയ്തു. സംന ഗോപൻ, VM ഷൈബു, VN പ്രശാന്ത് കുമാർ, ER ഷിനിൽ കുമാർ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മാള പുത്തഞ്ചിറയിൽ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം അയങ്കലം സ്വദേശി തെക്കത്തുപറമ്പിൽ 36 വയസ്സുള്ള പ്രമോദാണ് മരിച്ചത്. പുത്തഞ്ചിറ ഫെറോന പള്ളിയിൽ നടന്ന തിരുനാളിന് വെടിക്കെട്ട് നടത്തിയ സംഘത്തിലുള്ളതായിരുന്നു പ്രമോദ്. വെടിക്കെട്ടിന് ശേഷം പ്രമോദിനെ കാണാതായിരുന്നു. തുടർന്ന് സുഹൃത്തുക്കൾ സമീപത്തെല്ലാം അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. രാവിലെ 6 മണിവരെ അന്വേഷിച്ചതിന് ശേഷം പ്രമോദ് തിരിച്ചുപോയി എന്ന് കരുതി സഹപ്രവർത്തകർ മടങ്ങി. നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് പ്രമോദിനെ പള്ളിയുടെ സമീപത്തെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാള പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂരിൽ ശ്രീനാരായണ ഗുരുദേവ വചനങ്ങളടങ്ങിയ നോട്ടീസ് വിതരണം ചെയ്ത CPI ബ്രാഞ്ച് സെക്രട്ടറിക്ക് നേരെ കയ്യേറ്റവും വധഭീഷണിയും. CPI ചാത്തേടത്തുപറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി സുധീർ ഗോപിനാഥിന് നേരെയാണ് കയ്യേറ്റം നടന്നത്. യുവകലാസാഹിതിയും മറ്റ് ചില സംഘടനകളും ചേർന്ന് അച്ചടിച്ച നോട്ടീസാണ് സുധീർ വിതരണം ചെയ്തത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 2-ാം വാർഡിൽ നോട്ടീസ് വിതരണം ചെയ്യുന്നതിനിടയിലാണ് 2 പേർ തന്നെ കയ്യേറ്റം ചെയ്യുകയും നോട്ടീസ് നശിപ്പിക്കുകയും ചെയ്തതെന്ന് സുധീർ ഗോപിനാഥ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് സുധീർ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. അയോധ്യയിൽ പണി പൂർത്തിയാകാത്ത രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ഹിന്ദുത്വ സംഘടനകൾ നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പിനെതിരെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ രാജ്യമാകണം ഇന്ത്യ എന്ന പേരിലുള്ള ഒരു നോട്ടീസ് ഞങ്ങൾ സുഹൃത്തുക്കൾ വിതരണം ചെയ്യുകയായിരുന്നു. സംഘപരിവാറിൻ്റെ ഗുണ്ടകളായ ശ്രീജിത്ത് തലയാഴ്ചയിൽ എന്ന ഒരു ആളും മറ്റൊരാളും ചേർന്നിട്ട് എന്നെ അവിടെ ആക്രമണം അഴിച്ചുവിടുകയും എന്നെ പിടിച്ചു തള്ളുകയും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 10-15 നോട്ടീസുകൾ വലിച്ചെറികളയുകയും നിന്നെ ഞങ്ങൾ നോട്ടമിട്ട് വെച്ചിരിക്കുകയാണെന്നും നിന്നെ തീർത്തുള്ളതെന്ന് നമുക്ക് ഭീഷണി മുഴക്കുകയും ചെയ്തു. MP TN പ്രതാപന്റെ പ്രസ്താവനയെ തിരുത്തി DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. കേരളത്തിൽ പോരാട്ടം മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടാണെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയുമായി മത്സരിച്ച് കേരളത്തിൽ 20 സീറ്റും നേടുമെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. BJPയുമായാണ് പ്രധാന മത്സരമെന്ന് നേരത്തെ TN പ്രതാപൻ പറഞ്ഞിരുന്നു. തൃശൂരിൽ BJPയുമായി CPMനാണ് അവിഹിത കൂട്ടുകെട്ട്. കൊടകര കുഴൽപ്പണ കേസ് ആവിയായത് ഈ കൂട്ടുകെട്ട് മൂലമാണെന്നും ജോസ് വള്ളൂർ ആരോപിച്ചു. ദേശീയ തലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രസക്തിയുമില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സംഘപരിവാർ ശക്തികളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസും BJPയും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം. ആ പോരാട്ടം കേരളത്തിലെത്തുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടാണ്
ഇവിടെ മത്സരം നടക്കുന്നത്. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തേക്കാൾ 20 സീറ്റ് നേടാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. ഇതെല്ലാം മറച്ചു വയ്ക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് അവർ പ്രചരിപ്പിക്കുന്നത്. കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മേത്തലപ്പാടം സെന്ററിന് സമീപം ഇന്ന് പുലർച്ചെ 1:30 അപകടം. എറിയാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ ക്രിസ്റ്റ കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് കാറിന് മുകളിൽ വീണുവെങ്കിലും യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ താലപ്പൊലി ആഘോഷത്തിനിടെ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കാര സ്വദേശി ഇളയാരംപുരയ്ക്കൽ കാർത്തിക്കിനെ ആക്രമിച്ച കേസിൽ എടവിലങ്ങ് സ്വദേശിയായ പുൽച്ചാടി എന്ന് വിളിക്കുന്ന കാരാഞ്ചേരി വീട്ടിൽ അജിത്, പുളിക്കപ്പറമ്പിൽ അതുൽ കൃഷ്ണ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇരുസംഘം യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് അക്രമത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. മുഖത്തും കഴുത്തിലും സാരമായി പരിക്കേറ്റ കാർത്തിക് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മായന്നൂരിൽ റോഡുകൾക്ക് സമീപത്ത് സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം. പൂണത്ത് ഭഗവതി ക്ഷേത്രത്തിലെയും ശ്രീ തിരുമൂലങ്ങാട് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെയും റോഡരികിലെ കവാടങ്ങൾക്ക് സമീപത്ത് സ്ഥാപിച്ച ഭണ്ഡാരങ്ങളിൽ നിന്നുമാണ് പണം കവർന്നത്. ഭണ്ഡാരം തകർത്താണ് മോഷണം നടന്നിട്ടുള്ളത്. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കോടതി റിമാൻഡ് ചെയ്ത കോടാലി ശ്രീധരനെ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലെത്തിച്ചു. കനത്ത പോലീസ് വലയത്തിലാണ് ശ്രീധരനെ ജയിലിലെത്തിച്ചത്. കുഴൽപ്പണ കവർച്ച ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ കോടാലി ശ്രീധരനെ 2 ദിവസം മുമ്പാണ് പോലീസ് പിടികൂടിയത്. കുഴൽപ്പണ കവർച്ചയിൽ നിരവധി സംസ്ഥാനങ്ങളിൽ ശ്രീധരനെതിരെ കേസ് നിലവിലുണ്ട്. അരിമ്പൂർ 4-ാം കല്ലിൽ നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറി. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ ഇടിച്ചു തകർത്ത ശേഷമാണ് കാർ കടയിലേക്ക് ഇടിച്ചു കയറി നിന്നത്. ആർക്കും പരിക്കില്ല. മുപ്ലിയം സ്വദേശി സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുവായൂർ ചൂവൽപ്പുറത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് വീട്ടുമതിലിൽ ഇടിച്ച് യാത്രക്കാരന് പരിക്കേറ്റു. മറ്റം പട്ടയത്ത് മുരളീധരനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത 66 കയ്പമംഗലം കൊപ്രക്കളം സെന്ററിൽ കാറും ടാങ്കർ ലോറികളും കൂട്ടിയിടിച്ചു. കാർ പൂർണ്ണമായും തകർന്നു. കാറിലുണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ സ്വദേശി അഖിൽ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇയാളെ ചന്ദ്രാപിനിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഇന്നലെ രാത്രി 11:30 അപകടം. മാധ്യമപ്രവർത്തകർ നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള മധു സമ്പാളൂർ സ്മാരക പുരസ്കാരം PA കുര്യാക്കോസ്, E സലാഹുദ്ദീൻ എന്നിവർക്ക് മന്ത്രി സമ്മാനിച്ചു. മികച്ച മാധ്യമ പ്രവർത്തകനുള്ള പൌലോസ് താക്കോൽക്കാരൻ സ്മാരക പുരസ്കാരം TCV റിപ്പോർട്ടർ ശ്രീകേഷ് വെള്ളാനിക്കരയ്ക്കും മികച്ച വാർത്താ അവതാരകനുള്ള പുരസ്കാരം TCV സബ് എഡിറ്റർ ആന്റോ കല്ലേരിക്കും സമ്മാനിച്ചു. ധന്യ മണികണ്ഠൻ, CG ഗോവിന്ദ്, നവാസ് പടുവിങ്ങൽ എന്നിവർക്കും പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് തോമസ് കോമ്പാറ അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, ഷാലി മുരിങ്ങുൻ എന്നിവർ സംസാരിച്ചു. പുന്നയൂർക്കുളം ആൽത്തറയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട ബുള്ളറ്റ് തീ വെച്ച് നശിപ്പിച്ചു. പുന്നയൂർക്കുളം പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം കിസാൻ റോഡിൽ പുത്തൻപള്ളി സ്വദേശി കപ്ലേങ്ങാട്ട് സുബീഷിന്റെ വാടക വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റാണ് തീ വെച്ച് നശിപ്പിച്ചത്. സുബീഷിന്റെ സുഹൃത്ത് സുനിലിന്റേതാണ് ബുള്ളറ്റ്. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് കാർ പോർച്ചിൽ കിടന്നിരുന്ന കാറിനടുത്തേക്ക് നീക്കിയിട്ടാണ് തീ കൊളുത്തിയിട്ടുള്ളത്. തീ പെട്ടെന്ന് അണച്ചതുമൂലം കാറിലേക്ക് തീ പടരാതെ രക്ഷപ്പെട്ടു. സുനിലിന്റെ ബിസിനസ് പങ്കാളിയായിരുന്ന ആൾ അടക്കം 4 പേർക്കെതിരെ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വടക്കേക്കാട് പോലീസും ഫോറൻസിക് വിഭാഗവും തെളിവെടുപ്പ് നടത്തി. ഇങ്ങോട്ടുള്ള ഒരു ഉണ്ണി എന്ന് പറഞ്ഞ ആളും പിന്നെ ഇവിടെയുള്ള ബിനീഷ് ജവാദ കൂടി വണ്ടി തടഞ്ഞു അത് എന്തുള്ളൊക്കെ ആയിട്ട് അത് ഞങ്ങൾ കുന്നോളം സ്റ്റേഷനിൽ പരാതി കൊടുത്ത് വണ്ടി അവിടെ ഇട്ടിട്ട് ഞാൻ വരുന്ന ടൈമിൽ എനിക്ക് കോൾ വന്നുകൊണ്ട് ആ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ പറഞ്ഞയച്ചിട്ടുണ്ടാണ്. ഞാനത് കാര്യമാക്കില്ല. വീട്ടിലേക്ക് വൈഫിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ആരും വന്നില്ലാണ്. ഞാൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നെരുമാലത്തുള്ള, അവനെ കൊണ്ടുവിടാൻ വേണ്ടി പോയപ്പോഴാണ് വിളിച്ചിട്ട് പറഞ്ഞ് വണ്ടി കത്തുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞു. പിന്നെ ഈ വീട്ടിലത്തെ സുഭാഷേട്ടനെ വിളിച്ച്
ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് ജനതാദൾ എസിൽ ചേർന്ന 70 പേർക്ക് സ്വീകരണം നൽകി. തൈക്കാട് നടന്ന സ്വീകരണ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് M മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജോൺ വാഴപ്പിള്ളി, രാഘവൻ മുളങ്ങാടൻ എന്നിവർ പാർട്ടി പതാക കൈമാറി. ഷെരീഫ് നാലകത്തിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ പതാക ഏറ്റുവാങ്ങി. ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജു ആന്റണി, വൈസ് പ്രസിഡന്റ് ശ്രീധരൻ മടത്തിപ്പറമ്പിൽ, യുവജനതാദൾ ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വയനാട്ടിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തിച്ച കടുവയ്ക്ക് വീണ്ടും ശസ്ത്രക്രിയ നടത്തും. മുഖത്തേറ്റ ആഴത്തിലുള്ള പരിക്ക് ഭേദമാകാത്തതിനാലാണ് ശസ്ത്രക്രിയ. 1 മാസം മുമ്പാണ് കടുവയെ പുത്തൂരിലെത്തിച്ചത്. 4 മാസത്തിനുള്ളിൽ കൂടുതൽ മൃഗങ്ങളെ പുത്തൂരിലെത്തിക്കുമെന്ന് കഴിഞ്ഞ ദിവസം സുവോളജിക്കൽ പാർക്ക് സന്ദർശിച്ച മന്ത്രി K രാജൻ പറഞ്ഞു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന നഴ്സസ് കലോത്സവം തൃശൂർ വിവേകോദയം സ്കൂൾ, CMS ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായി നടന്നു. മന്ത്രി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് CT നുസൈബ അധ്യക്ഷയായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി T സുബ്രഹ്മണ്യൻ, സംസ്ഥാന ട്രഷറർ NB സുധീഷ് കുമാർ, ഷൈനി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. തിരുവാതിരക്കളി, ഒപ്പന, നാടോടി നൃത്തം, സംഘനൃത്തം തുടങ്ങിയ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. ആഘോഷിക്കാനുള്ള വക നൽകട്ടെ എന്ന് ആശംസിച്ചു. ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു ദിവസത്തെ പരിപാടിയാണ്. ഇവിടെ പറഞ്ഞല്ലോ, ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം രോഗികളായിട്ട് പല രീതിയിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നവരാണ്. അപ്പോൾ ആകെ കിട്ടുന്ന ഒരു ദിവസമാണ് നിങ്ങളുടെ സർഗോത്സവത്തിൽ നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ കാണിക്കാൻ കിട്ടുന്ന സന്ദർഭം. അത് നിങ്ങൾക്ക് ഒരു വർഷക്കാലം നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ ഓർമ്മശക്തിയിലും പൊതുബോധത്തിലും ഏവരെയും അമ്പരപ്പിക്കുകയാണ് 1.5 വയസ്സുകാരി മാളവിക. സ്വന്തം കഴിവുകൊണ്ട് ഇതിനോടകം നിരവധി അംഗീകാരങ്ങളാണ് കുഞ്ഞു മാളവിക നേടിയത്. മാളു ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ്, നമ്മുടെ പ്രധാനമന്ത്രി, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, രാഷ്ട്രപിതാവ്, നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാഷ്ട്രഭാഷ. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ PSC പരീക്ഷ എഴുതുന്നവർക്ക് പോലും ഒരുപക്ഷെ സംശയമുണ്ടായേക്കാം. എന്നാൽ മാളു സംശയം ഏതുമില്ലാതെ ഞൊടിയിടയിൽ ഉത്തരം നൽകും. ഇതുമാത്രമല്ല, ഇന്ത്യയുടെ രാഷ്ട്രപിതാവും ആദ്യ പ്രധാനമന്ത്രിയും തുടങ്ങി കേരള മുഖ്യമന്ത്രി വരെയും പക്ഷിമൃഗാദികളെയും അവയുടെ ശബ്ദവും പച്ചക്കറികളും വാഹനങ്ങളും നിറങ്ങളും ശരീര അവയവങ്ങളും എന്തിന് പനിക്കുള്ള പാരസെറ്റാമോൾ ഗുളിക വരെ മാളുവിന് മനഃപ്പാടമാണ്. ഇതോ 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 ഇതെന്തിട്ടാ? ഇതോ ഇതോ. മൊബൈൽ ഉപയോഗവും സമൂഹമാധ്യമങ്ങളുടെ അതിപ്രസരവും കുട്ടികളിൽ ഓർമ്മശക്തിയും പൊതുബോധവും ഇല്ലാതാക്കുന്ന ഇക്കാലത്ത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തയാവുകയാണ് മാളു എന്ന മാളവിക. 5 മാസം 6 മാസം ആകുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അവൾ ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി തന്നെ അത് കേൾക്കാനും അതിനോട് സൗണ്ടുകളോട് റെസ്പോണ്ട് ചെയ്യാനും തുടങ്ങിയിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവൾ നന്നായി ഒബ്സർവ് ചെയ്ത് തന്നെ കേട്ട് അത് മറക്കാതെ എങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം കേട്ട് കഴിഞ്ഞാൽ തന്നെ അവളത് മൈൻഡിൽ അത് വെക്കും. പിന്നെ ഒരു 2 വട്ടം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവളത് ഓക്കെയാണ്. മാളിൻ്റെ കണ്ണെവിടെയാ, മൂക്കെവിടെയാ, ചെവി എവിടെയാ, പല്ലെവിടെയാ, കയ്യെവിടെയാ. ഒരു കാര്യങ്ങളും ക്യൂരിയോസിറ്റി കൂടുതലാണ്, അതെന്താണെന്ന് അന്വേഷിക്കാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവണം. കാരണം ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അത് കേട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആൾക്ക് താല്പര്യമുണ്ടെന്ന് മനസ്സിലായി. ഫോണും TV ഒന്നും അധികം കാണിക്കാറില്ല. കൂടുതലും നമ്മൾ വിഷ്വൽ ഇമേജസും പിന്നെ ആൾക്കാരെ കാണിച്ചിട്ടുള്ള പരിചയമുള്ളൂ. ആരെയും അത്ഭുതപ്പെടുത്തുന്ന മാളുവിന്റെ ഈ കഴിവിനുള്ള അംഗീകാരമായി ഇന്ത്യൻ ബുക്സ് ഓഫ് സ്കൂൾ റെക്കോർഡ്സും കേരള ബുക്സ് ഓഫ് സ്കൂൾ റെക്കോർഡ്സും തേടിയെത്തി. കുഞ്ഞുമാളുവിന്റെ വലിയ നേട്ടത്തിന് സമൂഹത്തിൽ നിന്നും മികച്ച പിന്തുണയും പ്രോത്സാഹനവും അഭിനന്ദനങ്ങളുമാണ് ലഭിക്കുന്നത്. ആമ്പല്ലൂർ സ്വദേശി നിതിൻ മോഹന്റെയും ആര്യയുടെയും മകളാണ് പുതുതലമുറയ്ക്ക് പ്രചോദനമായി മാറുന്ന ഈ മിടുമിടുക്കി മാളവിക.
TCV, തൃശൂർ. വർണ്ണവിസ്മയ കാഴ്ചകളുടെ വേറിട്ട വേദിയായ അമ്പ് ഗ്രാമം മിഴി തുറന്നു. തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് പള്ളിയിൽ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി തുടങ്ങിയ അമ്പുഗ്രാമം ഓരോ വർഷവും കൂടുതൽ വിപുലമാക്കുകയാണ്. ഡാവിഞ്ചി സുരേഷിന്റെ വിവിധ കലാസൃഷ്ടികൾ, വളർത്തുപക്ഷി പ്രദർശനം, വിപണനമേള, ഭക്ഷ്യമേള, പുഷ്പമേള, അമ്യൂസ്മെന്റ് പാർക്ക്, ദീപാലങ്കാരം, കലാസാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയാണ് ഇവിടെയുള്ളത്. കുഴൂർ ഹൈസ്കൂൾ മൈതാനത്ത് 23 വരെ വൈകിട്ട് 4 മുതൽ 10 വരെ സൗജന്യ പ്രവേശനം അനുവദിക്കും. കഴിഞ്ഞ 21 വർഷവും മേള നടത്തിപ്പിൽ നിന്ന് ലഭിച്ച വരുമാനം കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചിരുന്നു. തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് പള്ളി വികാരി ഫാദർ ഡോക്ടർ നെവിൻ ആട്ടോക്കാരൻ അമ്പ് ഗ്രാമം ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ സെന്റ് തോമസ് ഫെറോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. രാവിലെ നടന്ന തിരുനാൾ ദിവ്യബലിക്ക് മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ സഹവികാരി ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികനായി. മേരിമാത മേജർ സെമിനാരി പ്രൊഫസർ ഫാദർ ജിബിൻ താഴേക്കാടൻ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് പ്രദക്ഷിണം നടക്കും. തിരുനാളിന് നാളെ സമാപനമാകും. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ഓണവില്ലിന് പൂങ്കുന്നത്ത് സ്വീകരണം നൽകി. പൂങ്കുന്നം പുഷ്പഗിരി സീതാരാമ ക്ഷേത്രത്തിലാണ് സ്വീകരണം നൽകിയത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് അയോധ്യയിലേക്ക് ഓണവില്ല് കൊണ്ടുപോകുന്നത്. SNEC ഗേൾസ് ഇന്റർസോൺ ടാലന്റ്സ് മീറ്റിന്റെ ഭാഗമായി ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന രക്ഷിതാക്കളുടെ സംഗമം സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. SNEC അക്കാദമിക് കൌൺസിൽ ചെയർമാനും സമസ്ത കേന്ദ്ര മുഷാവർ അംഗവുമായ അബ്ദുസലാം ഭാഗവി വടക്കേക്കാട് അധ്യക്ഷത വഹിച്ചു. മന്ത്രി K രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ, ഇസ്മായിൽ കുഞ്ഞുഹാജി മാന്നാർ, AM പരീദ് എറണാകുളം തുടങ്ങിയവർ സംസാരിച്ചു. മതമുള്ളവരോടും മതമില്ലാത്തവരും, അത് ഏത് മതസ്ഥരാണെങ്കിലും മതമുള്ളവരോടും മതമില്ലാത്തവരോടൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതായ ഒരു സ്വഭാവം, ഒരു ശൈലി. ന്യൂനപക്ഷ വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ജില്ലാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മതന്യൂനപക്ഷ വിഭാഗങ്ങളെ പരസ്യമായി ആക്രമിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെന്ന് K രാജൻ പറഞ്ഞു. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ A റഷീദ് അധ്യക്ഷനായി. ഡെപ്യൂട്ടി കളക്ടർ MC റജിൽ, ന്യൂനപക്ഷ കമ്മീഷൻ അംഗം A സൈഫുദ്ദീൻ, സംഘാടക സമിതി ചെയർമാൻ AM ഹാരിസ്, കൺവീനർ ഫാദർ നൌജിൻ വിധേയത്തിൽ, റോണി അഗസ്റ്റ്യൻ, സെന്റ് മേരീസ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ നമിത റോസ്, CMC തുടങ്ങിയവർ പങ്കെടുത്തു. അവരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും വേണ്ടി ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി രൂപീകൃതമായിട്ടുള്ള ഒരു ന്യൂനപക്ഷ കമ്മീഷനെ അവതരിപ്പിച്ചിട്ടുള്ളത് പല മാതൃകകളും. പെൻഷൻ പറ്റിയവരുടെ ആനുകൂല്യങ്ങൾ ഔദാര്യമല്ലെന്നും അത് അട്ടിമറിക്കാൻ ധൂർത്തിന്റെ പര്യായമായ സർക്കാരിനെ അനുവദിക്കുകയില്ലെന്നും DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ 39ാം ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിയൻ മാർഗത്തിലൂടെ ജനാധിപത്യപരമായി സമരം ചെയ്യുന്നവരെ ആസൂത്രിതമായി ഇല്ലായ്മ ചെയ്യാനാണ് ഇടത് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ, KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, DCC സെക്രട്ടറി K അജിത് കുമാർ, വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് എന്നിവർ സംസാരിച്ചു. നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ പെൻഷൻ ശമ്പളവൽക്കരണം എല്ലാ ഡിയും കൊടുത്തു കഴിഞ്ഞു. ഇടവക തിരുനാളിന് പള്ളിമുറ്റത്ത് കപ്പലണ്ടി വിറ്റ് വികാരിയച്ഛൻ. തൃശൂർ നെടുപുഴ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിലാണ് തിരുനാൾ ദിവസം വികാരിയച്ഛൻ പള്ളിമുറ്റത്ത് കപ്പലണ്ടി കട തുറന്നത്. ഇടവകയിലെ കിഡ്നി രോഗിയായ വ്യക്തിയുടെ വൃക്ക മാറ്റിവെക്കൽ സർജറിക്ക് വേണ്ടി പണം കണ്ടെത്തുന്നതിനായാണ് വ്യത്യസ്തമായ രീതിയിൽ ഒരു ശ്രമം നടത്തിയത്. ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ധനസമാഹരണം നടത്തുന്നുണ്ടെങ്കിലും ആവശ്യമായ തുകയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്
ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ വാക്കുകൾ തങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകിയെന്ന് വികാരിയച്ഛൻ ഫാദർ ജോബ് പടയാട്ടിൽ പറഞ്ഞു. ഞങ്ങളെല്ലാവരും സിജുവിനെ ഒറ്റക്കെട്ടായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. നമ്മൾ സിജുവിന് വേണ്ടി, സിജുവിനോട് സ്നേഹമുള്ളവരെ കൂടി ഒരു കപ്പലണ്ടിക്കട തുടങ്ങാം എന്നുദ്ദേശിച്ചു. അപ്പോൾ വളരെ നല്ലൊരു സംരംഭമാണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ ഈ കൊല്ലത്തെ പെരുന്നാള് സിജുവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അച്ഛന്മാരുടെ കപ്പലണ്ടിക്കടയിൽ കപ്പലണ്ടി കൊണ്ടുള്ള വിവിധ വിഭവങ്ങളാണ് ഒരുക്കിയിരുന്നത്. വറുത്ത കപ്പലണ്ടി, മസാല കപ്പലണ്ടി, വിവിധ തരം കപ്പലണ്ടി മിഠായികൾ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. കടയിലെത്തുന്നവർക്ക് ഏത് വിഭവങ്ങൾ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇഷ്ടമുള്ള തുക സിജു ഹെൽപ്പ് ഡെസ്ക് എന്നെഴുതിയ ബോക്സിൽ നിക്ഷേപിക്കാം. ഇഷ്ടപ്പെട്ട ഐസ്ക്രീമും കളിപ്പാട്ടങ്ങളും വേണ്ടെന്ന് വെച്ച് തങ്ങളുടെ കയ്യിലെ ചെറിയ തുകകൾ കപ്പലണ്ടിക്കടയിലെത്തി നിക്ഷേപിക്കുന്ന കുട്ടികൾ നമുക്ക് ചുറ്റും കനിവ് പറ്റിയിട്ടില്ലാത്ത ഒരു തലമുറയുണ്ടെന്നതിന്റെ നേർക്കാഴ്ചയായി മാറുന്നുണ്ട്. സിജു സഹായ സമിതിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഗൂഗിൾ പേ QR കോഡും കപ്പലണ്ടിക്കടയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആഘോഷങ്ങളുടെയും ആരവങ്ങളുടെയും തിരുനാൾ ദിനത്തിൽ പള്ളിമുറ്റത്തൊരുക്കിയ കനിവിന്റെ ഇടത്തെ വന്നു ചേർന്നവരെല്ലാം ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. ശനിയാഴ്ച മാത്രം 35,000-ഓളം രൂപ ലഭിച്ചു. പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ചയും തിങ്കളാഴ്ച ഗാനമേള സമയത്തും കപ്പലണ്ടിക്കട പ്രവർത്തിക്കും. TCV തൃശൂർ. പെരിഞ്ഞനം SSDP സമാജം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കൊടിമര പ്രതിഷ്ഠ നടത്തി. ശിവഗിരി മഠം തന്ത്രി ശിവനാരായണ പ്രസാദ് സ്വാമിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി സുരേഷ് കുഞ്ഞാപ്പാവും മേൽശാന്തി KR സന്തോഷും ചേർന്നാണ് പ്രതിഷ്ഠ നിർവഹിച്ചത്. ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ MK മോഹൻദാസ്, MG നളിനൻ, EK വേണുഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയുടെ 1 വർഷം നീളുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കൊടുങ്ങ ആശാൻപടി ജംഗ്ഷനിൽ നിന്ന് ദീപശിഖ റാലിയെ ദേവാലയത്തിൽ സ്വീകരിച്ചു. മാർ പോളി കണ്ണുക്കാടൻ ദീപശിഖ ഏറ്റുവാങ്ങി. വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, മുൻ വികാരിമാർ, ഇടവകയിൽ നിന്നുള്ള വൈദികർ, ട്രസ്റ്റിമാർ തുടങ്ങിയവർ സന്നിഹിതരായി. തുടർന്ന് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സമൂഹബലി അർപ്പണവും സ്നേഹവിരുന്നുമുണ്ടായി. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പതിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ചെറിയാൻ മാളിയേക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ റീസ് വടാശ്ശേരി, കൈക്കാരന്മാരായ ജെയിംസ് എലുവത്തിങ്കൽ, ഡിറ്റോ ജോയ് എലുവത്തിങ്കൽ, തിരുനാൾ ജനറൽ കൺവീനർ ജോസഫ് കൊമ്പൻ എന്നിവർ നേതൃത്വം നൽകി. പഴയന്നൂരിൽ റൂട്ട്സ് വാലി ജനകീയ പാലിയേറ്റീവ് സംഗമവും വളണ്ടിയർ പരിശീലന ശില്പശാലയും നടന്നു. പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഷാനവാസ് ഹുദവി അധ്യക്ഷത വഹിച്ചു. കരീം വാഴക്കാട്, P അബ്ദുൽ ഫസൽ തുടങ്ങിയവർ സംസാരിച്ചു. ജന്മനാലുള്ള വൃക്കരോഗത്തിന് കീഴടങ്ങാൻ അഖിൽ തയ്യാറല്ല. കൃഷി ജീവനും ജീവിതവുമാണ് ഈ ചെറുപ്പക്കാരന്. നല്ല ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം മാനസികവും ശാരീരികവുമായ പ്രസരിപ്പും ആരോഗ്യവും നിലനിർത്താൻ കൃഷിയിലൂടെ കഴിയുന്നുണ്ടെന്ന് 35-കാരനായ അഖിൽ പറയുന്നു. നമുക്കൊരു മനസ്സിന് സന്തോഷമാണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ. നല്ലൊരു എനർജിയും അതോടൊപ്പം തന്നെ നമുക്ക് ശുദ്ധമായ ഭക്ഷണവും ലഭിക്കും. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഇതിൽ ഇറങ്ങുമ്പോൾ പിന്നെ നമ്മൾ അസുഖത്തെക്കുറിച്ചോ മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാനിങ്ങനെ ചെയ്യുന്നത് മറ്റൊരു ആൾക്കാർക്കും പ്രചോദനം എന്ന നിലയിലാണ്. വീടിന് മുന്നിലെ പാടശേഖരത്തിൽ 68 സെന്റ് പാടം പാട്ടത്തിനെടുത്താണ് 15 വർഷമായി നെൽകൃഷി ചെയ്യുന്നത്. കേരള ജൈവ കർഷക സമിതി അംഗമായ വടമ തോട്ടുപുറം വീട്ടിൽ അഖിൽ രക്തശാലി, വയനാടൻ കുള്ളൻതൊണ്ടി, പൗർണമി എന്നീ ഇനങ്ങളാണ് കൃഷി ചെയ്തിട്ടുള്ളത്. നാടൻ ഇനങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യവും അഖിലിനുണ്ട്. ശരാശരി 700 കിലോയോളം നെല്ലാണ് ഒരു വർഷം വിളവ് ലഭിക്കാറുള്ളത്. 250 കിലോയോളം വിളവ് ലഭിക്കുന്ന രക്തശാലി നെല്ല് 6 വർഷമായി സ്വന്തം ആവശ്യത്തിന് തവിട് കളയാതെ കുത്തിച്ചെടുത്ത് ഉപയോഗിക്കുന്നു. തൊട്ടടുത്തുള്ള മേക്കാട്ടുമനയിലെ 3.5 ഏക്കർ പാടം വേറെ ആരും പാട്ടത്തിനെടുത്ത് രാസരീതിയിൽ കൃഷി ചെയ്യാതിരിക്കാൻ അഖിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ പാടശേഖരത്തിലേക്കുള്ള വളത്തിനായി മനയിൽ നിന്ന് നാടൻ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നത്. ഹൈപ്പർ പ്രൈമറി ഒക്സൽ ലൂറിയ എന്ന അപൂർവ രോഗമുള്ള അഖിൽ
2004 മുതൽ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. 2015 KSFEയിൽ തൂപ്പുകാരനായി ജോലി ലഭിച്ചു. 2006 മുതൽ ആഴ്ചയിൽ 2 ദിവസമാണ് ഡയാലിസിസ് ചെയ്തു വരുന്നത്. ഉച്ചവരെയുള്ള ജോലിക്കും ഡയാലിസിസിനും ശേഷമുള്ള സമയം കൃഷിപ്പണിയിലാണ്. പെയിന്റിംഗ് തൊഴിലാളിയായ അച്ഛൻ അംബുജാക്ഷനും അമ്മ സുലേഖയും B.Ed വിദ്യാർത്ഥിയായ സഹോദരി അപർണയും സഹായത്തിനായി ഒപ്പമുണ്ട്. TCV മാള. കടങ്ങോട് ശ്രീ മല്ലൻകുഴി മല്ലൻകാവിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. തന്ത്രി താമറ്റൂർ മനയ്ക്കൽ നാരായണൻ നമ്പൂതിരി മേൽശാന്തി, കൈതക്കോട്ട മനയ്ക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട് എന്നിവർ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രസിഡന്റ് KG സുധാകരൻ, സെക്രട്ടറി ശശി പ്ലാച്ചേരി, ട്രഷറർ സുബ്രഹ്മണ്യൻ ഒഴിച്ചിലായി എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുട്ടികളുടെ പാർലമെന്റ് എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. തദ്ദേശ സമേതം എന്ന പേരിൽ സംഘടിപ്പിച്ച പാർലമെന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. അണ്ടർ 19 ഇന്ത്യൻ ഫുട്ബോൾ കോച്ച് KK ഹമീദ് മുഖ്യാതിഥിയായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മയൂഖ, അനുശ്രീ ആരില്ലെന്ന് കരുതണോ? വിമല കോളേജ് മലയാള ഗവേഷണ വിഭാഗവും തൃശൂർ CL ആന്റണി ഫൗണ്ടേഷനും ചേർന്ന് വിമല കോളേജിൽ പ്രൊഫസർ CL ആന്റണി ചെയർ ആരംഭിച്ചു. ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഷൊർണൂർ കാർത്തികയൻ ചെയർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബീന ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ VA വർഗീസ്, ഡോക്ടർ നിഷ ഫ്രാൻസിസ്, ജോൺ തേറാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഏനാമക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമൂഹ രക്തദാനം നടത്തി. തിരുനാൾ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമൂഹ രക്തദാനം വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറത്ത് ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ KR പോൾസൺ അധ്യക്ഷനായിരുന്നു. ബിജോയ് പെരുമാട്ടിൽ, ബ്രിൻഡോ, ചാക്കോ, ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. പെരുവലൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും 100ാമത് സംയുക്ത തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ തോമസ് വടക്കേത്തല കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ജനുവരി 27, 28 തീയതികളിലാണ് തിരുനാൾ. കൈക്കാരന്മാരായ ജോഫി പുത്തൂർ, ജോയ് പാലയൂർ എന്നിവർ നേതൃത്വം നൽകി. കപ്ലിയങ്ങാട് കുംഭഭരണി മഹോത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 13 മുതൽ 16 വരെയാണ് ഉത്സവം. ക്ഷേത്ര മേൽശാന്തി കണ്ണന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടത്തി. ക്ഷേത്രം ഊരാളൻ മണക്കുളം ദിവാകരരാജ്, കപ്ലിയങ്ങാട് കുടുംബ കാരണവർ ഗോവിന്ദൻകുട്ടി, ക്ഷേത്രം പ്രസിഡന്റ് പ്രമോദ് കിളിയാമ്പറമ്പിൽ, സെക്രട്ടറി ധനീഷ് താമരശ്ശേരി എന്നിവർ പങ്കെടുത്തു. വാണിജ്യം. പൂരനഗരിക്ക് മികച്ച ഓഫറുകൾ സമ്മാനിച്ച് HP-യുടെ എക്സ്ക്ലൂസീവ് ഷോറൂം HP വേൾഡ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കുറുപ്പം റോഡ് പ്രസ്റ്റീജ് ബിൽഡിംഗിൽ ആരംഭിച്ച ഷോറൂം HP സോണൽ മാനേജർ സിനേഷ് ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. സിസ്മാൻ ടെക് മാനേജിംഗ് പാർട്ണർ P രാജേഷ്, HP PC ഏരിയ സെയിൽസ് മാനേജർ നിധു രവി എബ്രഹാം, HP പ്രിന്റർ ഏരിയ സെയിൽസ് മാനേജർ അനൂപ് ശിവദാസ്, ബന്ധുമിത്രാദികൾ എന്നിവർ സന്നിഹിതരായി. ക്യാഷ് ബാക്കിലൂടെയും പലിശരഹിത വായ്പയിലൂടെയും ഓൺലൈനിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയിലും മികച്ച സേവനത്തിലും ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾ ഷോറൂമിലൂടെ സ്വന്തമാക്കാം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 50% വരെ ഡിസ്കൗണ്ടും 10,000 രൂപ വരെ ക്യാഷ് ബാക്കും 14,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്. HP ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ 25 പേർക്ക് HP ഓൾ ഇൻ വൺ കളർ പ്രിന്ററും പിന്നീടുള്ള പർച്ചേസിന് സ്മാർട്ട് വാച്ചും സൗജന്യമായി സ്വന്തമാക്കാം. HP പവലിയൻ ലാപ്ടോപ്സിനൊപ്പം 3,999 രൂപയുടെ HP ബ്ലൂടൂത്ത് 500 ഹെഡ്സെറ്റ് വെറും 999 രൂപയ്ക്കും HP ഗെയിമിംഗ് ലാപ്ടോപ്സിനൊപ്പം 14,499 രൂപയുടെ ഹൈപ്പർ എക്സ് ആക്സസറീസ് വെറും 1,499 രൂപയ്ക്കും സ്വന്തമാക്കാം. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്ന ടെക്നോളജി എങ്ങനെ കിട്ടുമെന്ന് കസ്റ്റമർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം തുടങ്ങുന്നത്. HP-യുടെ എല്ലാ പ്രൊഡക്ട്സും ലൈവായിട്ട് ഡിസ്പ്ലേയുള്ള ഒരു ഷോറൂമാണിത്. ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് സൗജന്യമായി നൽകി.
HP-യുടെ 45-മതും സിസ്മാൻ ടെക്കിന്റെ 24-മതും ഷോറൂമാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇഴഞ്ഞു നീങ്ങി തൃശൂർ പുഴയ്ക്കലിലെ റോഡ് നിർമ്മാണം. കരാർ കാലാവധി പൂർത്തിയായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ. അഴീക്കോട് തീരത്തോട് ചേർന്ന അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. കരവലി എന്ന അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ പരാതിയുമായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. മാള പുത്തഞ്ചിറയിൽ വെടിക്കെട്ട് സംഘത്തിലെ തൊഴിലാളി തോട്ടിൽ മരിച്ച നിലയിൽ. മലപ്പുറം അയങ്കലം സ്വദേശി പ്രമോദാണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിൽ ശ്രീനാരായണ ഗുരുദേവ വചനങ്ങളടങ്ങിയ നോട്ടീസ് വിതരണം ചെയ്ത CPI ബ്രാഞ്ച് സെക്രട്ടറിയെ മർദ്ദിച്ചതായി പരാതി. CPI ചാത്തേടത്ത് പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി സുധീർ ഗോപിനാഥിനാണ് മർദ്ദനമേറ്റത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.